പ്രശാന്ത്, ബംഗ്ലാദേശിൽ കാര്യങ്ങളെല്ലാം തകിടം മറിയുകയാണ്. നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് വലിയ ഒരു തിരിച്ചുവരവ്. ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമല്ലോ, ഹസീന അല്ലേ? അതവിടെ വലിയൊരു ചലനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഹസീനയുടെ നേതൃത്വത്തിൽ അവാമി ലീഗ് അവിടെ വലിയൊരു പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇതുവരെ മാറിയിരുന്ന അവാമി ലീഗ്, അല്ലെങ്കിൽ ഇതുവരെ ഒളിച്ചിരുന്ന അവാമി ലീഗിൻ്റെ നേതാക്കന്മാർ വെളിച്ചത്തേക്ക് വരുന്ന ഒരവസ്ഥ. ഹസീനയുടെ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് അവിടെ പ്രക്ഷോഭമായിട്ട് ഇറങ്ങുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. നമുക്കിപ്പോൾ ഇന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ദിവസങ്ങളിലായിട്ട് അവിടെ വലിയൊരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അതായത് ഇപ്പം നിൽക്കുന്ന ഗവൺമെൻറ് മാറിയിട്ട് ഇവിടുന്ന് പോയ, അല്ലെങ്കിൽ ഇവിടുന്ന് അട്ടിമറിയിലൂടെ പുറത്താക്കിയ ഹസീനയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ അട്ടിമറിയിലൂടെ പുറത്താക്കി ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഹസീനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് തിരിച്ചു വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവാമി ലീഗിൻ്റെ അല്ലെങ്കിൽ നേതൃത്വവും അല്ലെങ്കിൽ നേതാക്കന്മാരും അവിടെ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരുന്നത്. അതായത് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമം ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അവാമി ലീഗിൻ്റെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരെ നടക്കുന്ന അക്രമവും, അല്ലെങ്കിൽ അവരുടെ ഭവനം തീവെപ്പും, അല്ലെങ്കിൽ അവർക്കെതിരെ എടുത്തേക്കുന്ന കള്ളക്കേസുകളും പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ ഹസീനയുടെ അല്ലെങ്കിൽ ഹസീന അവിടുന്ന് രക്ഷപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്തെത്തിയതിന് ശേഷം അവാമി നേതാക്കന്മാരെയും അല്ലെങ്കിൽ അവരുടെ വീടുകളും അവരുടെ പ്രസ്ഥാനങ്ങളും അവർക്ക് ബംഗ്ലാദേശിൽ നിലനിൽപ്പില്ലാതെ വരുന്ന ഒരവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. അല്ലെങ്കിൽ അവർ ഇതുവരെ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ, വെളിയിൽ വന്നാൽ അന്നേരെ പിടിച്ച് ജയിലിലിടുന്ന ഒരവസ്ഥ. അതായത് അവാമി ലീഗിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് താൽക്കാലികമായിട്ട് വന്ന യൂനസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗവുമൊക്കെ തയ്യാറായി ഇരുന്നിടത്താണ് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു പ്രക്ഷോഭം ഉരുത്തിരിയുകയും ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഇതുവരെ ഭയന്നിരുന്ന അല്ലെങ്കിൽ ഒളിച്ചിരുന്ന ഈ അവാമി ലീഗിൻ്റെ നേതാക്കന്മാർ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇപ്പം നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഈ പറയുന്നത് പോലെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധക്കരാർ അല്ലെങ്കിൽ റഷ്യയുടെ യുദ്ധം നിർത്താൻ പറയുന്നു. പിന്നെ എടുത്ത ഒരു തീരുമാനത്തിനകത്ത് വളരെ കൂടുതലായിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് ബംഗ്ലാദേശിനെതിരെയുള്ള തീരുമാനം. ബംഗ്ലാദേശിന് ഇനി ഒരു രീതിയിലുള്ള സഹായവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവത്തില്ല. അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉൾപ്പെടെയുള്ള സഹായം, അതായത് ഒരു സഹായവും ഒരു രീതിയിലും ബംഗ്ലാദേശിന് യൂനസ് സർക്കാരിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ അട്ടിമറിക്കപ്പെട്ട സർക്കാരിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷത്തിനെ വേട്ടയാടുന്ന ഒരു സർക്കാരിന് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവിടുത്തെ പണികളും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ അമേരിക്കൻ കമ്പനികൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ്. ഇതിൻ്റെ കൂടെ വേറെ പല രാജ്യങ്ങൾക്കും ഇതുപോലെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും നിർത്തലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആനുകൂല്യങ്ങൾ നിങ്ങളുടെ താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുന്നു, അതിനുശേഷം അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ അത്രയ്ക്കൊരു ആനുകൂല്യം പോലും കൊടുക്കാതെ ബംഗ്ലാദേശിന് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നിടം വരെ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള സഹായം ഉണ്ടാവത്തില്ല, ഉള്ള സഹായം എല്ലാം നിർത്തലാക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ അർത്ഥം ബംഗ്ലാദേശിനെ ഇനി ആരും സഹായിക്കേണ്ടതില്ല, അമേരിക്ക ആ രാജ്യത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. ആ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ രാജ്യത്ത് യൂനസിൻ്റെ നേതൃത്വം നടക്കുന്ന കൊള്ളരുതായ്മകൾ, ആ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷ വേട്ട, അല്ലെങ്കിൽ ആ രാജ്യത്ത് തീവ്രവാദികളുടെ വിളയാട്ടം, ഇതൊന്നും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമേരിക്ക സഹായം നിർത്തി. അതിൻ്റെ അർത്ഥം ഇൻഡയറക്റ്റ് ആയിട്ട് ആരും സഹായിക്കേണ്ടതില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതുവരെ അവാമി ലീഗില്ലായിരുന്നു, ഇതുവരെ ഹസീനയ്ക്ക് എവിടെ. പക്ഷെ ബംഗ്ലാദേശിൻ്റെ ഒരു കണക്ക് കൂട്ടലില്ലായിരുന്നു. ട്രംപ് വന്നു കഴിയുമ്പോൾ തിരിച്ചടി ഉണ്ടാകും, എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായിട്ടാണല്ലോ
ട്രംപ് നിൽക്കുകയുള്ളൂ. അത് നമ്മൾ പൊതുവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു തിരിച്ചടിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ട്രംപ് വന്നു കഴിയുമ്പോൾ ഒരു സാമ്പത്തിക സഹായം നിർത്തലാക്കി ഒരു പക്ഷേ യൂഎസ് സർക്കാരിനെതിരെയുള്ള തീരുമാനങ്ങളായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ യൂഎസ് സർക്കാരിൻ്റെ യൂഎസ് ബൈഡന്റെ ഭാഗമാണ്, ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അയാളെ അവിടെ അവരോധിച്ചത് ബൈഡനും ഡീപ് സ്റ്റേറ്റുമാണ്. ഈ കലാപത്തിന് പുറകിൽ അമേരിക്കയാണെന്നൊക്കെയുള്ള ഒരു കാര്യത്തിനകത്ത് പറച്ചിലുണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായ തെളിവുകളൊന്നും കൊടുക്കാൻ ആരും തയ്യാറില്ലെങ്കിലും ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹസീന എന്ന് പറയുന്ന അമേരിക്കയോട് ഹസീനയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനൊത്ത് നിൽക്കാത്ത ഒരു സ്ത്രീ ആയണക്കെ, നിൽക്കാത്ത ഒരു രാജ്യം ആയണക്കെ പോലും ട്രംപിരിക്കുമ്പോൾ ആ ട്രംപുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ട്രംപ് ജയിച്ചപ്പോൾ ആദ്യം വിളിച്ചവരുടെ കൂട്ടത്തിൽ ഹസീന ഉണ്ടായിരുന്നു. അന്ന് ഹസീന സംബോധന ചെയ്യുന്നത് ഞാൻ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ്. അതായത് അവർ രാജിവെച്ചിട്ടില്ല, അവരെ അവിടെ കലാപത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ അവിടുന്ന് മാറ്റി അവരെ സംരക്ഷിക്കുന്നു. അവർക്കിപ്പം പ്രധാനമന്ത്രി എന്നുള്ള പദവിയിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു. പലവട്ടം ആ രാജ്യത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ചുമതലക്കാരൻ എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശ് ഔദ്യോഗികമായിട്ട് അവരെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിന് യാതൊരു മറുപടിയും കൊടുക്കാതെ ആ മറുപടിക്ക് അർഹതയില്ലാത്തവനെന്ന് കാണിക്കുന്ന രീതിയിൽ യൂനസിനെ പുറന്തള്ളുന്നു. അത് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഹസീന ഇപ്പോഴും ഈ കലാപത്തിൻ്റെ ഇടയ്ക്കും ഒരു ഘട്ടത്തിൽ ഹസീനയുടെ കൂടെ അധികാരത്തിൽ വന്ന അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴും നിലവിലുള്ള പ്രസിഡന്റ് പറയുന്നു ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാ രാജിവെച്ചു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു കത്തും എനിക്ക് ലഭിച്ചിട്ടില്ല. അവിടുത്തെ ഭരണഘടനയുടെ സംവിധാനമനുസരിച്ച്, രീതി അനുസരിച്ച് പ്രധാനമന്ത്രി ഒരു പക്ഷേ രാജിക്കത്ത് കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ്. അതെനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം പറയാതെ പറയുമ്പോൾ ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഹസീന എന്നുള്ളതാണ്. അപ്പോൾ ഹസീനയെ അവിടെ തിരിച്ചു കൊണ്ടുവരണം. ഹസീന ബംഗ്ലാദേശിൻ്റെ ഭാഗമാകണം. അത് ഇന്ത്യയുടെ താല്പര്യത്തിൻ്റെ ഭാഗമാണ്. ആ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് ട്രംപ് വന്നിരിക്കുന്നത്. ട്രംപ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ഹസീന അല്ലാതെ ഒരാൾ ബംഗ്ലാദേശിൽ ഇരുന്നാൽ ആ ബംഗ്ലാദേശിനെ അമേരിക്ക അംഗീകരിക്കുന്ന അവസ്ഥയില്ല എന്നാണ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ ഇറങ്ങിക്കോളൂ, നിങ്ങൾ പ്രക്ഷോഭം തുടങ്ങിക്കോളൂ, നിങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകാൻ ആളുണ്ടെന്ന് ഉറപ്പുവരുത്താണല്ലോ ഒളിവിലിരുന്നവർ വെളിയിൽ വരുന്നു, പ്രക്ഷോഭം തീരുമാനിക്കുന്നു, ജനാധിപത്യ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നു. ആ പാർട്ടിയുടെ ഭാഗമായിട്ട് ഇത്രയും വളരെ കൂടുതൽ സമയം കലാപത്തിന് ശേഷം ഒളിച്ചിരുന്നവർ ആ സംവിധാനത്തിലേക്കും അല്ലെങ്കിൽ ആ രീതിയിലേക്കും ആ പാർട്ടി സംവിധാനമായിട്ട് വരുന്നു. പ്രക്ഷോഭം, വലിയ പ്രക്ഷോഭത്തിനാണ് അവാമി ലീഗ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. അതായത് റാലികളും ബന്ദുകളും പൊതു പണിമുടക്കുകളും ഒക്കെ അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 1 തൊട്ട് 5 വരെ ലഘുലേഖകൾ, അതായത് അവിടെ നടന്ന കലാപം, അവിടെ നടന്ന അട്ടിമറി, അല്ലെങ്കിൽ അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുവേട്ട, അല്ലെങ്കിൽ അവിടെ നടന്നുകൊള്ള അനാവശ്യ അറസ്റ്റ്, ജയിലിടിയിൽ, ഇതെല്ലാം സാധാരണക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ലഘുലേഖ വിതരണമാണ് 1 തൊട്ട് 5 വരെ. അതിനുശേഷം ഫെബ്രുവരി 6 തീയതി വമ്പിച്ച റാലി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവാമി ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. ഫെബ്രുവരി 14 എല്ലാ പ്രദേശങ്ങളും പ്രതിഷേധ റാലികളും കോർണർ മീറ്റിങ്ങുകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫെബ്രുവരി 18 ബന്ദ് പ്രഖ്യാപിക്കുന്നു, പണിമുടക്ക് പ്രഖ്യാപിക്കുന്നു. അപ്പം ഈ രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ധൈര്യം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ധൈര്യം സംഭരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരാളുണ്ട്, അത്തരത്തിൽ ബലമുള്ള ഒരാളുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്ന അമേരിക്കയുടെ ബലമായിരിക്കും. ഏതായാലും നമ്മൾക്ക് മനസ്സിലാവുന്നത് യൂനസിൻ്റെ കാര്യം തീർന്നു. ബംഗ്ലാദേശിൽ ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഭരണകൂടം വരുന്നതിനാണ് സാധ്യത. കാരണം പരിശോധിക്കുമ്പോൾ ജനങ്ങൾ ഹസീനയുടെ കൂടാണ്. 2018 75% സീറ്റും ഹസീനയ്ക്കായിരുന്നു. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവം തന്നെയായിരിക്കും ഹസീനയുടെ തിരിച്ചുവരവ്. അതെ, ചരിത്രം അല്ല, ഈ നേരത്തെയും തിരിച്ചു കൊണ്ട് കൊടുത്തത് നമ്മളാ. അവരുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൊന്നിട്ട് വീണ്ടും ഈ അവരന്ന് വെളിയിലായിരുന്നു. അന്നും ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവരെ ഹോൾഡ് ചെയ്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി തിരിച്ചു കൊണ്ടുപോയി. അതിനുശേഷം അവരുടെ കൃത്യമായ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ഉള്ള രാജ്യത്ത് ഈ രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ സൗകര്യം കിട്ടിയാൽ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് ഉള്ള ഒരു രാജ്യത്ത് അതിനൊരു സൗകര്യം ഉരുത്തിരിച്ചാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധ്യത അവരുടെ ശ്രദ്ധ ഭാവി കാലത്തും സുരക്ഷിതമായി മുമ്പോട്ട് പോകണം. സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അവരുടെ അശ്രദ്ധക്കുറവ്, ഞാൻ ജനകീയയാണ്, 2018 75% സീറ്റ് അവർക്കാണ്, 2024 ഏതാണ്ട് 72% സീറ്റ് അവർക്ക്. അപ്പം അവർക്ക് അവിടെ ജനകീയ പിന്തുണയുണ്ട്. അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തില്ല. എല്ലാവരെയും ഭരണകൂടത്തെ
കൂടുതലായിട്ട് വിശ്വസിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ വന്നാണ്. ഇനിയും വന്നാൽ ആ ഒരു അപകടം അവർക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അനുഭവം ഗുരുവാണ്, ഇനിയും വരും, അതിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അവിടെ ഒരു കലാപം ഉരുത്തിരിക്കാൻ ഇറങ്ങാനുള്ള ധൈര്യം അവാമി ലീഗിനില്ല. അവാമി ലീഗിന് ബോധ്യമായി തിരിച്ചുവരെ ഉറപ്പാണ്. ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ലോകക്രമത്തിൽ ഇന്ത്യക്ക് കഴിയും. അതിന് കരുത്താർജിക്കുന്ന, ലോകത്തിനെ നിയന്ത്രിക്കുന്ന അമേരിക്ക ഞങ്ങളുടെ കൂടാണ്, ഹസീനയുടെ കൂടാണ്. ഹസീന ഉറപ്പ് തന്നിരിക്കുന്നു. അതിനാൽ ആ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജനകീയ പ്രക്ഷോഭത്തിൽ ഹസീന തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മൾക്ക് കരുതാൻ കഴിയുന്നത്.